നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജഷൻ എന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അത് ബ്ലഡ് സ്ട്രീമിലേക്കോ ലിംഫിലേക്കോ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. അപ്പോൾ ബ്ലഡിൽ എന്തെത്തി? ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നമ്മൾ അബ്സോർബ് ചെയ്ത ഫുഡ് എത്തി. ഇത് ബോഡി ഒട്ടാകെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഹാർട്ട് എന്ന ഓർഗന്റെ പ്രസൻസോട് കൂടി അല്ലെങ്കിൽ ഹാർട്ട് എന്ന ഓർഗന്റെ സിഗ്നിഫിക്കൻസോട് കൂടി നമ്മുടെ എന്താണ് ബോഡി മൊത്തം പമ്പ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ബോഡിയിൽ ഇൻടേക്ക് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? സെൽസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ന്യൂട്രിയൻസ് ഇൻടേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലഡിൽ സ്ട്രീമിലില്ലേ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിലില്ലേ ഈ ന്യൂട്രിയൻസും മറ്റു കോമ്പണൻസ് ഒക്കെ എങ്ങനെയാണ് ബ്ലഡിൽ സെൽസുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ്, അതായത് നമ്മൾ ഹാർട്ടിൽ നിന്ന് ആർട്ടറി വഴിയാണ് എന്ത് ചെയ്യുക? സെല്ലുകളിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ഓർഗനിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് എന്തെത്തുന്നത്? ബ്ലഡ് എത്തുന്നത്. അതേപോലെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിൽ നിന്ന് അതേപോലെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഒരു വെസലാണ് വെയിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആർട്ടറിയിൽ നിന്ന് വെയിനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്താകും? കാപ്പിലറീസ് ആയിട്ട് മൈന്യൂട്ട് കാപ്പിലറി ബ്ലഡ് വെസൽസ് ആയിട്ട് എന്ത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ വെസൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ മൈന്യൂട്ട് കാപ്പിലറീസിന് മൈന്യൂട്ട് ആയിട്ടുള്ള പോറുകൾ പ്രസന്റ് ആണ്, അതിന്റെ സെൽ വാളുകൾ. അപ്പൊ ഇത്തരത്തിൽ പോർസ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ പോർസിലൂടെ ചില ബ്ലഡിലുള്ള ചില കമ്പണൻസ്, അതായത് ലാർജർ കമ്പണൻസ് അല്ല സ്മോളർ ആയിട്ടുള്ള കമ്പണൻസ് എന്ത് ചെയ്യും? ഈ സെൽസിന്റെ ഇടയിലേക്ക് ഒരു ഫ്ലൂയിഡ് പോലെ ഇറങ്ങും. അതിൽ RBC ഇറങ്ങില്ല, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് കമ്പാരിറ്റീവ്ലി ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഒക്കെ ആയിട്ടുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സും കാര്യങ്ങളൊന്നും ഇറങ്ങില്ല. ബട്ട് നമ്മുടെ ന്യൂട്രിയൻസ്, മിനറൽസ്, ഇങ്ങനത്തെ ഉള്ള കമ്പണൻസ് ഒക്കെ എന്താണ്? ഒരു ഫ്ലൂയിഡ് പോലെ, നമ്മളെ പ്ലാസ്മ കണ്ടന്റ്, ഇതൊക്കെ ഒരു ഫ്ലൂയിഡ് പോലെ സെല്ലുകളുടെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ഇറങ്ങും. ഇത്തരത്തിൽ വിളിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഫോം ചെയ്യുന്ന ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ടിഷ്യൂ ഫ്ലൂയിഡ് ഇത് എന്താ ചെയ്യുക? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് പുറത്തിറങ്ങിയല്ലോ, സെൽസിന്റെ ഇടയിലേക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് എത്തി. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നാണ് പിന്നീട് ഡിഫ്യൂഷൻ വഴി എന്തിലേക്ക്? സെൽസിന്റെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസും കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ലിംഫും ഉണ്ട്. ലിംഫ് എന്താ ചെയ്യുക? ട്രാൻസ്പോർട്ട് ഓഫ് പ്രോഡക്ട്സ് ഓഫ് ഫാറ്റ് ഡൈജഷൻ ആൻഡ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അതായത് ലിംഫിലൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് അബ്സോർപ്ഷൻ ഒക്കെ ചെയ്തു, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിംഫിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റ് ഡൈജഷന്റെ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ടാണ്. ഇനി ഇത് അടുത്ത് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SCERT ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് റെഗുലേറ്റഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽസ്? അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓരോ തവണയും ഓരോ ഗെറ്റിംഗ് കേസസ് കഴിയുമ്പോഴും എന്താണ്? ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഇന്റർസ്റ്റേഷ്യൽ സ്പേസ്, ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് ഇത് എന്താണ്? റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഇറങ്ങുന്നത് ഇത് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് അവിടെ ഓവറായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേഷൻ സംഭവിക്കുന്നില്ല. ഈ ഫ്ലൂയിഡാണ് കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Along with the formation of tissue fluid, it absorbs into the lymph capillaries. അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് പോലെ തന്നെ അവിടെയുള്ള ലിംഫ് സെൽസിന്റെ അടുത്തുള്ള ലിംഫ് കാപ്പിലറീസിലേക്ക് എന്ത് കിടക്കുന്നുണ്ട്? ടിഷ്യൂ ഫ്ലൂയിഡ് കിടക്കുന്നുണ്ട്. സോ ദർ ഈസ് നോ ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ ദ ഇന്റർ സെല്ലുലാർ സ്പേസ്. അതായത് സെല്ലുലാർ സ്പേസുകൾക്കിടയിൽ എന്തില്ല? അപ്പൊ എന്തുണ്ടാകുന്നില്ല? ഒരു പ്രഷറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് വോളിയം ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡോ സംഭവിക്കുന്നില്ല. ഇത് ആക്ച്വലി എങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ രണ്ട് സെല്ലുകളുടെ ഇടയിലാണ് ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് എന്തിറങ്ങുന്നത്? കാപ്പിലറീസ് ഇറങ്ങുക. കാപ്പിലറീസിൽ നിന്ന് ന്യൂട്രിയൻസും കാര്യങ്ങളും, അതായത് ടിഷ്യൂ ഫ്ലൂയിഡ് വരുന്നതിനനുസരിച്ച് തന്നെ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എന്തിലേക്ക് പോകുന്നുണ്ട്? ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാപ്പിലറീസിൽ നിന്ന് ഒരു ഭാഗത്തുനിന്ന് ടിഷ്യൂ ഫ്ലൂയിഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറുഭാഗത്തുനിന്ന് എന്താണ്? ഈ ലിംഫിലേക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യപ്പെടുന്നതുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ലിംഫാറ്റിക് സിസ്റ്റം എന്നുള്ളത് നോക്കാം. ആക്ച്വലി നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ളത് ലിംഫ് വെസൽസും ലിംഫ് ഫ്ലൂയിഡും പിന്നെ ഉള്ളത് ഒന്നാണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഈ ലിംഫ് നോഡ്സ് ആണ് നമ്മളുടെ ലിംഫിന്റെ ഫിൽട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്ത ഒന്നാണ് തൈമസ് ഗ്ലാൻഡും അതേപോലെ തന്നെ ബോൺ മാരോയും. ഈ തൈമസ് ഗ്ലാൻഡും ബോൺ മാരോയും ഈ ലിംഫോസെൽസ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ എന്തുകൊണ്ടുണ്ട്? ലിംഫോസൈറ്റ്സിന്റെ ഹൗസസ് എന്നാണ് ഈ തൈമസ് ഗ്ലാൻഡിനെയും ബോൺ മാരോനൊക്കെ വിളിക്കുക. കാരണം എന്താ? അവിടെ മെച്ചുറേഷനും പ്രൊഡക്ഷനൊക്കെ സംഭവിക്കുന്നത്. ബോൺ മാരോയിൽ B ലിംഫോസൈറ്റ്സും തൈമസ് ഗ്ലാൻഡിൽ T ലിംഫോസൈറ്റ്സും ആണ് എന്ത് ചെയ്യുന്നത്? മെച്ചുറേഷൻ സംഭവിക്കുന്നത്. അടുത്തൊന്നാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അതായത് ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയും. ഈ സ്പ്ലീനിൽ വെച്ചിട്ടാണ്
നമ്മുടെ ഓൾഡ് ആയിട്ടുള്ള ഡെഡ് ഓൾഡ് ആയിട്ടുള്ള RBCനൊക്കെ കില്ല് ചെയ്ത് കളയുന്നത്, ഐ മീൻസ് അതിനെ റീപ്ലേസ് ചെയ്ത് കളയുന്നത് എവിടെ വെച്ചിട്ടാ? സ്പ്ലീൻ എന്ന ഓർഗനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലിംഫ് വെസൽസ്, ലിംഫ് നോഡ്സ്, സ്പ്ലീന്, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു RBC എന്ന് പറയുന്നത് എന്തിലില്ല? ലിംഫ് ഫ്ലൂയിഡിൽ RBC ഇല്ല. എന്തുകൊണ്ടാണ്? ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന്, അതായത് കാപ്പിലറീസ് നിന്ന് പുറത്തിറങ്ങാൻ, ആ മൈന്യൂട്ട് പോർസിലൂടെ പുറത്തിറങ്ങാൻ കമ്പാരിറ്റീവ്ലി ലാർജർ കോമ്പണന്റ് ആയിട്ടുള്ള RBCക്ക് പറ്റില്ല. അതേപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ആയിട്ടുള്ള ലാർജർ പ്രോട്ടീൻ മോളിക്യൂൾസ് ലൈക്ക് പ്ലേറ്റ്ലെറ്റ്സ് പോലത്തെ അല്ലെങ്കിൽ ലാർജർ പ്രോട്ടീൻ മോളിക്യൂൾസിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ബ്ലഡ് കാപ്പിലറീസ് വഴി മൈന്യൂട്ട് പോർസിലൂടെ പുറത്ത് ഒരു ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, പിന്നീട് ഈ ഇന്റർ സെല്ലുലാർ സ്പേസിൽ നിന്നുള്ള ഫ്ലൂയിഡ് ആണല്ലോ അബ്സോർബ് ചെയ്തിട്ട് ലിംഫോമിലും ലിംഫാറ്റിക് വെസൽസിലൂടെയും കടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാം, ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ലിംഫിൽ എന്തില്ല? RBC ഇല്ല, ലാർജർ പ്രോട്ടീൻ മോളിക്യൂൾസും ഇല്ല. മാത്രമല്ല ഇത് ഇറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ വളരെ വലിയൊരു റോൾ വഹിക്കുന്ന ഒരു ഇതാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം എന്താ? ഇത് ലിംഫോസൈറ്റ്സുകളുടെ പ്രൊട്ടക്ഷനും ലിംഫോസൈറ്റ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിംഫോസൈറ്റ്സ് ആണ് എന്തിനു വേണ്ടി? നമ്മളെ ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്.